നാല് ഭാഗത്തു നിന്നും ഇന്ത്യക്ക് ആക്രമണങ്ങൾ കിട്ടുകയാണ്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് താരിഫ് യുദ്ധം, പാകിസ്ഥാൻ്റെ ഭീഷണി ഒരു വശത്ത്. ഇപ്പോൾ ഈ സമയങ്ങളിലെല്ലാം തന്നെ ഇന്ത്യ വളരെ നിശബ്ദമായിട്ടാണ് ഇരിക്കുന്നത്. ഇന്ത്യയുടെ ഈ നിശബ്ദതയെ ഭയക്കേണ്ടതുണ്ടോ ലോകം? തീർച്ചയായും ഇന്ത്യയുടെ ഈ നിശബ്ദ ശക്തിയെ തീർച്ചയായും ഭയക്കേണ്ടതുണ്ട്. അമേരിക്കയുടെ ഭീതിയും ആഗോള ശക്തി സമവാക്യത്തിലെ മാറ്റങ്ങളും ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെ നന്നായി അമേരിക്ക പേടിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കനേഡിയൻ മനഃശാസ്ത്രജ്ഞനും എഴുത്തുകാരനുമായ ജോർദാൻ പീറ്റേഴ്സൺ സങ്കീർണമായ വിഷയങ്ങളെ ലളിതമായി അവതരിപ്പിക്കുന്നതിനാലും ശക്തമായി വാദിക്കുന്ന ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ചിന്താശൈലി അടിസ്ഥാനമാക്കി ഇന്ത്യയുടെ ഉയർച്ചയും അമേരിക്കയുടെ ഭീതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഒരു സൈദ്ധാന്തിക വിശകലനമാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. അമേരിക്കയുടെ ആശങ്കകൾ, അതായത് അജ്ഞാതത്തിൻ്റെ ഭയം എന്നതിനെ വിശേഷിപ്പിക്കാം. അതായത് അമേരിക്കയ്ക്ക് റഷ്യയുടെയും ചൈനയുടെയും സൈനിക കഴിവുകൾക്കനുസരിച്ച് വ്യക്തമായ ധാരണയുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയെക്കുറിച്ച് അളക്കാനാവാത്ത ഘടകം നിലനിൽക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ വാഷിങ്ടണിലെ രഹസ്യാന്വേഷണ ഇടനാഴികളിൽ ഇന്ത്യ എന്താണ് തയ്യാറാക്കുന്നതെന്നുള്ള അനിശ്ചിതത്വം ഭയത്തിനും സമ്മർദ്ദത്തിനും ഇടയാക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ തന്ത്രം അത് ക്ഷമയും നിശബ്ദതയാണ്. നേരത്തെ വിജയ് സൂചിപ്പിച്ചതുപോലെ ഒരു ക്ഷമയും നിശബ്ദതയും ഇന്ത്യ, അതായത് ചിലരുടെ നിശബ്ദത അല്ലെങ്കിൽ ചിലരുടെ മൗനം അവരുടെ അലർച്ചയേക്കാൾ ഭയാനകമാണ് എന്നാണ് പെരുമ്പടവം ശ്രീധരൻ ഒരു സങ്കീർത്തനം പോലെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെയാണ് ഇന്ത്യയുടെ നിശബ്ദത ഇനി വരാനിരിക്കുന്ന ഒരു വലിയ അലർച്ചയ്ക്കുള്ള സൂചനയാണോ എന്ന് അമേരിക്ക പേടിക്കുന്നുണ്ട്. ഇന്ത്യയുടെ യഥാർത്ഥ ആയുധം മിസൈലുകളും ബോംബുകളുമല്ല, മറിച്ച് ദീർഘകാല ക്ഷമയും തയ്യാറെടുപ്പുകളുമാണ്. പതിറ്റാണ്ടുകളായി ലോകശക്തികളുടെ നീക്കങ്ങളെ നിരീക്ഷിച്ച് സമയം വന്നപ്പോൾ മുന്നോട്ട് പോകാനുള്ള ശക്തി ഇന്ത്യ ആർജിച്ചെടുത്തു. ഈ നിശബ്ദ മുന്നേറ്റം ലോകത്തിൻ്റെ ശക്തി സമവാക്യം തന്നെ മാറ്റാൻ സാധ്യതയുള്ളതാണ്. ആഗോള പ്രതികരണം, ശക്തി പുനർക്രമീകരണം. ഇന്ത്യയുടെ ഉയർച്ച പഴയ സഖ്യബന്ധങ്ങളെ പുനർപരിശോധിക്കാൻ രാജ്യങ്ങളെ നിർബന്ധിതമാക്കുന്നു. അമേരിക്ക സ്വന്തം ആധിപത്യം നിലനിർത്താൻ പുതിയ പങ്കാളിത്തങ്ങളും കൂട്ടുകെട്ടുകളും തേടേണ്ട അവസ്ഥയിലാണ്. ഇതിലൂടെ പാശ്ചാത്യ കേന്ദ്രീകൃത ലോകക്രമം എന്ന ബഹുമുഖ ക്രമത്തിലേക്ക് മാറുന്നു. വസ്തുനിഷ്ഠമായി നമ്മളൊന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ ഈ റിപ്പോർട്ട് സൈദ്ധാന്തിക വിശകലനം മാത്രമാണ്. ഇന്ത്യയുടെ സൈനിക ഗവേഷണങ്ങളിൽ നിന്നുള്ള സ്ഥിരീകരിച്ച തെളിവുകളല്ല. ഇന്ത്യയുടെ യഥാർത്ഥ ശക്തി സാമ്പത്തിക വളർച്ച, സാങ്കേതിക വിദ്യ, ജനാധിപത്യ സംവിധാനങ്ങൾ, ജനസംഖ്യാ ശക്തി എന്നിവയിലാണ്. ലക്ഷ്യം ലോകത്തെ കീഴടക്കലല്ല, മറിച്ച് സന്തുലിതമായ ബഹുമുഖ ആഗോള ക്രമത്തിലെ നിർണായക പങ്കാളിത്തം നേടുക എന്നുള്ളതാണ്. ഇന്ത്യയുടെ ഉയർച്ച ലോകത്തിന് മുന്നിൽ ഒരു പുതിയ ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു. ശക്തി ഇനി എങ്ങനെ നിർവചിക്കപ്പെടും? രാഷ്ട്രീയ സൈനിക ആധിപത്യത്തിലൂടെയോ ക്ഷമയും നിശബ്ദതയും നിറഞ്ഞ തന്ത്രപരമായ ഉയർച്ചയിലൂടെയോ ആയിരിക്കുമോ? ലോകം ഇന്ത്യയുടെ അടുത്ത നീക്കത്തെ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഓരോ ഘട്ടമായി നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഇതിൽ ഇന്ത്യയുടെ ഒരു ശക്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഇന്ത്യ അതിശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിശക്തമായ രീതിയിൽ ക്ഷമയോടെ വളരെ ആർജവത്തോടെ ഇന്ത്യ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഈ ശക്തി എടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യക്ക് ഒന്നിനെയും ഭയക്കേണ്ടതില്ല. പക്ഷേ ഇന്ത്യ ഈ പറഞ്ഞ രീതിയിൽ മുന്നോട്ട് പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയുടെ ആ ക്ഷമ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. പലപ്പോഴും ഈ പാകിസ്ഥാനുമായി ഇന്ത്യ യുദ്ധവും ഒക്കെ ഉണ്ടാക്കിയ സമയത്ത് പോലും, ഈ പറഞ്ഞ പഹൽഗാം ആക്രമണമൊക്കെ നടത്തിയ സമയത്ത് പോലും ഇന്ത്യ കുറേ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് വളരെ കരുതലോടെ എല്ലാ സൈനിക മേധാവികളുമായി ആലോചിച്ച്, അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ ഒരുപാട് നാൾ അത് ആലോചിച്ച് എടുത്തൊരു തീരുമാനമാണത്. അപ്പോൾ അതിനുശേഷമാണ് ഇത്തരത്തിൽ അവിടെ ഒരു വലിയൊരു ഓപ്പറേഷൻ സിന്ദൂർ നടത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞത്. ഇന്ത്യ പോലെ ഒരു ശക്തിയുള്ള ഒരു രാജ്യമായതുകൊണ്ട് മാത്രമാണ് പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോയത്. അവിടുത്തെ സൈനിക താവളങ്ങളടക്കം അല്ലെങ്കിൽ അവരുടെ ഭീകരരെ അടക്കം വധിക്കാനും അത്തരത്തിലൊരു വലിയ വിജയം സ്വന്തമാക്കാനും അതിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടുകൊണ്ട് ആ രീതിയിൽ വളർത്തിയെടുക്കാനും അതിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കയുടെ ആശങ്കകൾ എന്ന് പറഞ്ഞാൽ ഈ അജ്ഞാതമായ ഒരു ഭയമാണ് അമേരിക്ക വെച്ച് പുലർത്തുന്നത്. കാരണം അമേരിക്കയും റഷ്യയുടെയും ചൈനയുടെയും സൈനിക കഴിവുകളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിൽ ഇന്ത്യയെക്കുറിച്ച് അളക്കാനാവാത്ത ഘടകം നിലനിൽക്കുന്നു. വാഷിങ്ടണിലെ രഹസ്യാന്വേഷണ ഇടനാഴികളിൽ ഇന്ത്യ എന്താണ് തയ്യാറാക്കുന്നതെന്നുള്ള അനിശ്ചിതത്വം ഭയത്തിനും സമ്മർദ്ദത്തിനും ഇടയാക്കുന്നു. ഇന്ത്യയുടെ തന്ത്രം ഈ ക്ഷമയും നിശബ്ദതയും മാത്രമാണ്. ഇന്ത്യയുടെ യഥാർത്ഥ ആയുധം മിസൈലുകളും ബോംബുകളുമല്ല, ദീർഘകാല ക്ഷമയും. അത് തന്നെയാണ് ഇവിടെ. അതായത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ലോകത്തിന് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്.
അതായത് യഥാർത്ഥ ശക്തി ആരംഭിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ഭവിക്കുന്നത് അത് ഐഡന്റിറ്റിയിൽ നിന്നാണ്. നമ്മുടെ ആ ഒരു ഐഡന്റിറ്റി അല്ലാതെ എന്താ പറയുക മറ്റ് കാര്യങ്ങളിൽ നിന്നല്ല അതായത് ഇപ്പം ഈ ഇന്ത്യയുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേക ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ പ്രത്യേകത ആത്മാവ് ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഒരു രാജ്യമാണ്. അത് ആ ആത്മാവാണ് ഇപ്പോൾ തിരിച്ചു വരുന്നതായിട്ട് കൂടുതൽ ശക്തിയോടെ തിരിച്ചു വരുന്നത് നമ്മൾ കാണുന്നത്. അതായത് നമുക്കിപ്പോൾ ഇന്ത്യയെ പറ്റി മറ്റു രാജ്യങ്ങൾ പറയുമ്പോൾ അവരെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യയുടെ എക്കോണമി, സാമ്പത്തിക വ്യവസ്ഥ, ഇന്ത്യയുടെ മിലിറ്ററിയെ പറ്റി പറയും, സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയെ പറ്റി പറയാറുണ്ട്, സ്റ്റാർട്ടപ്പ്, പിന്നെ ഈ ബഹിരാകാശ ദൗത്യങ്ങളെ പറ്റിയിട്ട്. പക്ഷെ അവർ പറയാൻ വിട്ടുപോകുന്ന ഒരു കാര്യമുണ്ട്. അതായത് അത് വളരെ പഴക്കം ചെന്നൊരു കാര്യമാണ്, വളരെ ആഴമുള്ളൊരു കാര്യമുണ്ട്. അതായത് സാംസ്കാരിക തുടർച്ച. ഒരു ചൈനയെ അമേരിക്കയെ ഭീഷണിപ്പെടുത്തിയപ്പോൾ ചൈന പറഞ്ഞ മറുപടി, നിങ്ങൾക്ക് 257 വർഷത്തിന്റെ പഴക്കമേ ഉള്ളൂ, നമുക്ക് 5000 വർഷത്തിന്റെ പഴക്കമുള്ള രാജ്യത്തിനെയാണ് നിങ്ങൾ ചൈനക്കാർ പറഞ്ഞു. അത് തന്നെയാണ് ഇന്ത്യക്കും പറയാനുള്ളത്. അപ്പോൾ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ശക്തി ഇരിക്കുന്നത് ഈ പറയുന്ന ഐഡന്റിറ്റിയിലാണ്. ഇന്ത്യ എന്ന നമ്മുടെ സാംസ്കാരിക ഐഡന്റിറ്റിയിലാണ് അതിരിക്കുന്നത്. അപ്പോൾ ഈ മറ്റു രാജ്യങ്ങളെല്ലാം തന്നെ ഈ ബോർഡർ, ഈ അതിർവരമ്പുകളാണ് ആ രാജ്യങ്ങളെ സൃഷ്ടിച്ചതെങ്കിൽ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മുടെ സംസ്കാരമാണ്, അതിർവരമ്പുകളല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം, അതായത് ഈ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഈ ലോകത്തുള്ള എല്ലാ സാമ്രാജ്യങ്ങളെക്കാൾ പഴയതാണ്, എല്ലാ പ്രത്യയശാസ്ത്രങ്ങളെക്കാൾ പഴയതാണ്, എല്ലാ എന്താ പറയുക ഈ ആദ്യമായി എന്താ പറയുക ഈ മാത്തമാറ്റിക്സ് ആണെങ്കിലും ബഹിരാകാശത്തിനെ പറ്റിയാണെങ്കിലും ജ്യോതിശാസ്ത്രത്തിനെ പറ്റിയാണെങ്കിലും ആദ്യമായി ചിന്തിച്ചു തുടങ്ങിയത് ഈ രാജ്യത്ത് നിന്നാണ്. അപ്പോൾ ഇവിടെയുള്ളവരുടെ ചിന്താശക്തിയാണ് ഇവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ബ്രിട്ടീഷുകാർ കുറേ നാൾ അതിനെ കീഴടക്കി വെച്ചിരുന്നു. അതിൽ നിന്ന് സ്വതന്ത്രമായ ഒരു രാജ്യം എന്നുള്ളൊരു സർഫസ് അല്ലെങ്കിൽ ഉപരിതലത്തിലുള്ള ഒരു പെർസ്പെക്റ്റീവിലാണ് ഇന്ത്യയെ കാണുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇന്ത്യ എന്ന രാജ്യം അതിനപ്പുറം ഒരുപാട്, കാരണം ഈ ഇത്രയും വർഷങ്ങളോളം വളരെയധികം വേട്ടയാടലുകൾ, ഈ ബ്രിട്ടീഷ് അവസാനം ഇവിടെ വന്നതാണ്. അതിന് മുന്നേ ഒരുപാട് അധിനിവേശ ശക്തികൾ ഇന്ത്യ നേരിട്ടിട്ടുണ്ട്, അതിനെല്ലാം തരണം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഡാമേജുകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അതിനെല്ലാം തരണം ചെയ്താണ് ഇന്ത്യ ഇവിടം വരെ നിൽക്കുന്നത്. അപ്പോൾ ചിലർ പറയും ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യമില്ല, അത് ഇപ്പോഴാണ് ഉണ്ടായത്. അങ്ങനെയല്ല. ഭാരതം എന്ന് പറയുന്ന സംസ്കാരം എന്നും ഉണ്ടായിരുന്നു. ഭാരതത്തിൻ്റെ അതായത് ഈ വൈവിധ്യങ്ങളിലെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ആ ഒരു ക്വാളിറ്റി ഈ രാജ്യത്തിന് എന്നും ഉണ്ടായിരുന്നു. ഇത് എന്താണ് ഈ നമ്മുടെ ഹൈന്ദവ സംസ്കാരം എന്ന് പറയുന്ന ഒരു മതമായി കൂട്ടിക്കെട്ടാൻ കഴിയില്ല. അപ്പോൾ ഹിന്ദു മഹാസാഗരത്തിൻ്റെയും ഹിമാലയങ്ങൾക്കും ഇടയിലുള്ള ഈ ഭൂമി, അതിനെയാണ് ഭാരതം എന്ന് പണ്ട് വിളിച്ചിരുന്നത്, ഹിന്ദുസ്ഥാൻ എന്ന് വിളിച്ചിരുന്നത്. അതിനെയാണ് ഇപ്പോൾ നമ്മൾ ഇന്ത്യ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പല പേരിലായിക്കോട്ടെ ഈ ഭൂമി എന്ന് നിലനിന്നിരുന്നു. അതിൻ്റെ ശക്തിയാണ്, അതിൻ്റെ ആത്മശക്തിയാണ് ഇവർ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ അത് എന്ത് പ്രതിസന്ധികൾ വന്നിട്ടുണ്ടെങ്കിലും മുന്നോട്ട് പോയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു നിശബ്ദത എന്ന് പറയുന്നത് കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത. കാരണം പലപ്പോഴും നമുക്കറിയാം ഇത്തരത്തിൽ നിശബ്ദമായിരിക്കുമ്പോൾ അതൊരു വലിയ അലർച്ചയ്ക്കുള്ള മുന്നോടിയാണെന്ന് വേണം കണക്കാക്കാൻ.